ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ധ്യാന പഠനത്തിനായി ദൈവസന്നിധിയിൽ തിരഞ്ഞെടുക്കുന്ന വേദഭാഗം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയതായ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. 2 കൊരിന്ത്യർ 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യർ, അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. Therefore we do not lose heart, even though our outward man is perishing, yet the inward man is being renewed day by day. ധ്യാനത്തിന്റെ പ്രസക്തി ഇതാണ്, റീവൈറ്റലൈസ് ചെയ്യണം. ചിലരൊക്കെ പറയും, എന്നും പള്ളിയിൽ പോയാൽ ഒരുപോലല്ലയോ, കുർബാന ഒരുപോലല്ലയോ, ഒരേ കാര്യങ്ങളല്ലയോ. അങ്ങനെയല്ല, റീവൈറ്റലൈസ് ചെയ്യാൻ, റിന്യൂ ചെയ്യാൻ. പൗലോസ് അപ്പോസ്തലൻ 3 മിഷണറി യാത്രകൾ നടത്തിയ മഹാനായ മനുഷ്യൻ. അദ്ദേഹം ഇവിടെ ഓർമ്മിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്നലെ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ നിർവഹിക്കപ്പെടുകയുണ്ടായി. പരിമല തിരുമേനി വളരെ ശരീരത്തെക്കാൾ കൂടുതൽ ആത്മാവിന്റെ കാര്യങ്ങളെ പരിപോഷിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ ദീർഘമായ പ്രാർത്ഥനകൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരാളാണ്. പ്രത്യേകം മാസത്തിന്റെ ആദ്യത്തെ ബുധനാഴ്ച പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ ജീവിത വിശുദ്ധി നിലനിർത്തി പ്രാർത്ഥിക്കുവാനും ആ അമ്മയുടെ മധ്യസ്ഥതയും നമ്മൾ നോക്കുമ്പോഴും അവിടെയും ആത്മാവിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തയാളാണ്. വില്യം ബാർക്ലേ എന്ന് പറയുന്ന മഹാനായ വേദചിന്തകൻ ഈ ഭാഗത്തെ പറയുന്നത് കുറച്ചുകൂടെ വ്യത്യസ്തമായ ചില വേർഡുകൾ ഉപയോഗിച്ചാണ്. ഇങ്ങനെ പറയുന്നു: നമ്മുടെ ബാഹ്യമായ ചട്ടക്കൂട് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ളത് അനുദിനം നവീകരിക്കപ്പെടുന്നു. RSV ബൈബിളില് അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വരുന്നത് ഇങ്ങനെയാണ്: ബാഹ്യപ്രകൃതി നശിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ ആന്തരിക സ്വഭാവം അനുദിനം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജോൺ ക്രിസോസ്റ്റം എന്ന് പറയുന്ന മഹാനായ വേദപണ്ഡിതന്റെ വാക്കുകളിൽ, ആകയാൽ ഞങ്ങൾ തളരുന്നില്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അങ്ങനെയാണ്, ആകയാൽ ഞങ്ങൾ തളരുന്നില്ല. പിന്നെ പറയുകയാണ്, നമ്മുടെ ബാഹ്യമായ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, എങ്കിലും ഉള്ളിലെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കപ്പെടും. ഇത് പൗലോസ് ശ്ലീഹ പറയുമ്പോഴേ വളരെ ഈസി ആയിട്ടുള്ള ഒരു യാത്രയിൽ ഒന്നുമല്ല അദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോ ചാട്ടവാറടി വ്യത്യസ്തമായ സാഹചര്യങ്ങളില് 4-5 പ്രാവശ്യം ശരീരത്തിലേറ്റ ആളാണ്. വടികൊണ്ടുള്ള അടി അനവധി പ്രാവശ്യം തന്റെ ശരീരത്തിലേറ്റു. കല്ലുകൊണ്ട് ഭീകരമായി മർദ്ദിക്കുന്ന അനുഭവങ്ങൾ തന്റെ ശരീരത്തിൽ സ്വീകരിച്ചു. 3 തവണ കപ്പൽ തകർന്നു. പിന്നെ അങ്ങനെ അനവധി കടലിൽ അലയുന്ന നിമിഷങ്ങൾ, നദികളിൽ നിന്ന് ഉള്ള അപകടം, സ്വന്തം ആളുകളിൽ നിന്ന് ഉള്ള അപകടം, അപരരായ മനുഷ്യരിൽ നിന്ന് ഉള്ള അപകടം, നഗരത്തിൽ അപകടം, മരുഭൂമിയിൽ അപകടം, കടലിൽ അപകടം, വ്യാജ സഹോദരന്മാരിൽ നിന്ന് ഉള്ള അപകടം. ഇങ്ങനെ അപകടങ്ങളുടെ ഒരു പെരുമ്പറ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും എന്റെ അകത്ത മനുഷ്യൻ എന്ത് ചെയ്യും? പുതുക്കം പ്രാപിച്ചുകൊണ്ട് ഇരിക്കും. ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോ പുറമേയുള്ള മനുഷ്യനെ കുറിച്ച് പറയുന്നു. പുറമേയുള്ള മനുഷ്യൻ ശരീരമാണ്, അകമേയുള്ള മനുഷ്യൻ ആത്മാവാണ്. അപ്പോ ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായി ദൈവസന്നിധിയിൽ കൂടി വരുമ്പോൾ നിന്നിൽ വസിക്കുന്ന ആത്മാവിനെ കരുതുക.
പ്രധാനപ്പെട്ട കാര്യമാണ്. വസിക്കുന്ന ആത്മാവിനെ കരുതണം. ജോൺ മിൽട്ടൺ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കവി, അദ്ദേഹം 1967 എഴുതിയ കവിതയാണ് പാരഡൈസ് ലോസ്റ്റ്. എന്നാൽ ഒരു 4 വർഷം കൂടെ കഴിയുമ്പോൾ 1971 അദ്ദേഹം എഴുതി, പറുദീസ നഷ്ടമല്ല, പറുദീസ നേട്ടമാണ്. ഇന്നു നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന് അനുതപിക്കുന്ന കള്ളനോട് പറയുമ്പോൾ നമ്മുടെ ആത്മാവിനെ പ്രോജ്വലിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ ദിവസവും ശരീരത്തിന് വേണ്ട പരിപോഷണമൊക്കെ കൊടുക്കും, അല്ലേ? ഭക്ഷണം കൊടുക്കും, ശരീരത്തിന് വേണ്ടതെല്ലാം ചെയ്യും. ഇന്നിപ്പോ ഈ മുഖമൊക്കെ അധികം കാണാൻ വയ്യാത്തതുകൊണ്ടാണല്ലോ. അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ മുഖത്തെ അലങ്കരിക്കാൻ, മുഖശോഭ വർദ്ധിപ്പിക്കാൻ നമ്മൾ അനവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നു, അതുപോലെ ആത്മാവിനെയും എന്ത് ചെയ്യണം? ആത്മാവിനെയും പരിപോഷിപ്പിക്കണം. പിതാക്കന്മാർ പറയുന്നു, പ്രയർ ഈസ് ദ എയർ ഓഫ് ദ സോൾ. ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ നമുക്ക് വേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന പൊന്നിൻ ചങ്ങല എന്ന് പരിശുദ്ധ പരിമലത്തിന് വേണ്ടി പറയുമ്പോ, ഈ അഭയം സംഗമം പോലെ അനേകരൊരു ചങ്ങലയുടെ കണ്ണികളായി തീർന്നുകൊണ്ട് പ്രാർത്ഥനയുടെ അനുഭവം, അതിന്റെ ഒരു മന്ത്രണം മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ ശ്രേഷ്ഠമായി ഉണ്ടാവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം, വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശമര്യക്കാരി സ്ത്രീയോട് സംസാരിച്ചതിന് ശേഷം യേശുവിന്റെ ശിഷ്യന്മാർ ഭക്ഷണം കൊള്ളുവാൻ പട്ടണത്തിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ അവരുടെ ഒരു ചോദ്യത്തിന് ക്രിസ്തു പറയുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വാക്യം, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. ആരുടെ ഇഷ്ടം ചെയ്യണം? അയച്ചവന്റെ ഇഷ്ടം, അല്ലെ? പിള്ളേര് നമ്മൾ പറയും അവൾ തന്നിഷ്ടക്കാരിയാ. പിള്ളേരെ കുറിച്ച് പറയത്തില്ലേ? മുതിർന്നവരെ കുറിച്ചും പറയും. ചില സംഘങ്ങളുടെയും ചില ആധ്യാത്മിക കൂട്ടായ്മയുടെയും ഒക്കെ ചുമതലയൊക്കെ ഉണ്ട് എങ്കിലും ചിലരെ കുറിച്ചൊക്കെ പറയും, അവൾ അവിടെ ഇഷ്ടം മാത്രമാണ് നടപ്പാക്കുന്നത്. പക്ഷേ ലോകത്തിലേക്ക് അയക്കപ്പെട്ട പുത്രൻ തമ്പുരാൻ പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിച്ച് ആ കാര്യങ്ങൾ പൂർത്തീകരിച്ച് തന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. അപ്പൊ ആത്മാവിന് വളരെ പ്രധാനപ്പെട്ട ഭക്ഷണം കൊടുക്കണം. അതുകൊണ്ടാണ് ശമര്യക്കാരി സ്ത്രീ 4-ാം അധ്യായത്തില് ഒരു സാധാരണ യഹൂദൻ എന്ന് പറഞ്ഞ് ക്രിസ്തുവിനോട് സംസാരിച്ച് കുറെ കഴിഞ്ഞപ്പോഴ് യഹൂദനെ ആ സംസാരത്തിന്റെ മനോഹാരിതയും ഹൃദ്യതയും ഹൃദയത്തിന് അന്തരാത്മാവിൽ ചില വലിയ കുത്തലുകൾ കൊള്ളുമ്പോ ഈ ശമര്യക്കാരി സ്ത്രീ യഹൂദനെന്ന് വളരെ അപരിചിതമായി വിളിച്ച ക്രിസ്തുവിനെ എന്ത് വിളിച്ചു? നമുക്കറിയാം. 4-ാം അധ്യായം ശമര്യക്കാരി സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. പഴയ പാട്ടൊക്കെ ഉണ്ട്, നട്ടുച്ച നേരത്ത്, അല്ലെ? നട്ടുച്ച നേരത്ത് 6-ാം മണി എന്നൊക്കെ പറയുന്നില്ലല്ലോ, പഴയ മനോഹരമായ ഗാനം. അപ്പൊ ഇവിടെ പറയുകയാണ്, യഹൂദൻ എന്നുള്ളത് യജമാനനെ എന്നായി. നമ്മള് ഈ മനുഷ്യരോട് കൂടുതൽ അടുത്തിടപഴകുമ്പോഴ്, വർത്തമാനം പറയുമ്പോഴ് മ്യൂച്വൽ റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കണമെന്ന് പറയാറുണ്ട്, അല്ലേ? പടിപടിയായി വർത്തമാനം കൂടുമ്പോ ഒരു അപരിചിതത്തിൽ നിന്ന് പരിചിതത്വത്തിലേക്കുള്ള യാത്രയാണ് യജമാനൻ. കുറച്ചു കഴിഞ്ഞപ്പോഴേ ആ സ്ത്രീ വിളിച്ചു, നീ പ്രവാചകൻ. നീ ആരാണ്? പഴയ നിയമത്തിൽ ഞങ്ങൾ അനവധി പ്രവാചകന്മാരെ കുറിച്ച് കാണുന്നുണ്ട്. നീ ഒരു പ്രവാചകനാണ്. വീണ്ടും ക്രിസ്തു സംസാരിച്ചപ്പോഴ് അവൾ പറയുന്നത് എത്രയോ മനോഹരമാണ്. മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. മശിഹ അഭിഷിക്തൻ, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. അത് ഈ നിൽക്കുന്ന ആരാ? എന്നോട് സംസാരിക്കുന്ന ഇയാള് തന്നെ. അപ്പൊ ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോഴേ ഇപ്പൊ എന്നോട് വലിയ പരിചയം കാണത്തില്ല. അപരിചിതത്വത്തിൽ നിന്ന് ക്രിസ്തു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് വളർന്ന്
വലുതായി ശ്രേഷ്ഠമായി തീരണം. മഷിഹ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് നമ്മുടെ മനസ്സ് ചെല്ലുമ്പോഴാണ് നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എന്തായി തീരുന്നത്? വലിയ കാര്യമല്ല, അല്ലേ? നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ എന്തോ ഇല്ല. പിറ്റേ വർഷം മാരാമൺ എഴുതി സാരം ഉണ്ടെന്നും എഴുതി, പാട്ടുകാരൻ എഴുതി. അപ്പോ ഞാൻ പറഞ്ഞത് വളരെ ശ്രേഷ്ഠമായി നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തില് മരുഭൂമിയിലെ പരീക്ഷണ കാലഘട്ടം, ആ സമയത്ത് ക്രിസ്തു പറയുകയാണ്, മനുഷ്യരപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. ആത്മാവിന്റെ ഭക്ഷണം ദൈവത്തിന്റെ വചനമാണ്. അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം. വലിയ പാടല്ലേ? ഇപ്പൊ പോവാൻ തയ്യാറല്ലല്ലോ നമ്മളത്. അതുകൊണ്ടാണ് അല്പകാലം മാത്രം ഈ ഭൂവിലെ വാസം. എവിടെയാണ് എന്റെ നിത്യമായ വീട്? എവിടെയാണ് എന്റെ നിത്യമായ വീട്? സ്വർപ്പുരമാണ് എന്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിൺമഹിമ പ്രാപിച്ചങ്ങ് വിശ്രമിച്ചിടും. എറ്റേണൽ റെസ്റ്റ് എന്നൊക്കെ എഴുതി വെക്കത്തില്ലേ? വിൺമഹിമ പ്രാപിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒന്നാണ് വിശ്രമം. നാട് വിട്ട് വീട് വിട്ട് നാമധേയം പിന്നെന്താ കൂടും വിട്ട് ഒക്കെ നമ്മൾ എവിടെ പോയി? കാഠിന്യമാം ശോധനയിൽ യാനം ചെയ്തവരാണ്, യാത്ര ചെയ്തവരാണ്. കൂടി ഒന്നായി വാഴാൻ, കൂടി ഒന്നായിട്ട് വാഴാൻ വാഞ്ചിച്ച് എത്ര നാളായി. കാരുണ്യവാൻ എവിടെ വാഴണമെന്നാ? കാരുണ്യവാൻ പണി കഴിപ്പിച്ച കൊട്ടാരം. പിള്ളേര് പണി കഴിപ്പിച്ച കൊട്ടാരത്തിൽ ചെന്നാലേ പ്രായമുള്ള അമ്മച്ചിക്ക് ഈ പുതിയ തലമുറയിൽ നല്ല ശുദ്ധിയില്ല എന്ന് പറഞ്ഞ് കൊച്ചു വർത്താനം പറഞ്ഞ് മാറ്റി നിർത്തുമെങ്കില് ദൈവം തമ്പുരാൻ പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ കാരുണ്യവാൻ പണി കഴിപ്പിച്ച കൊട്ടാരത്തിൽ അതിൽ വാഴുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീണ്ടും പറയുന്നു, പാട്ടുകാരൻ പറയുന്നു, പാവനമാം പട്ടണത്തിൽ ആര് കടന്നിടും? പാവനമായ പട്ടണത്തിൽ ആരാ കടക്കുന്നേ? യെരൂശലേമിൻ ഇമ്പ വീട് എപ്പോൾ ഞാൻ അവിടെ ചൊല്ലും. ഈ പട്ടണത്തിൽ ആരാണ് കടക്കുന്നത്? പാപമറ്റ പാപമില്ലാത്ത ജീവിതം നയിച്ചവരല്ലോ. പാപമില്ലാത്ത ജീവിതം ഈ ലോകത്ത് നയിക്കണമെങ്കിൽ ആത്മാവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അന്തരാത്മാവിൽ ചില പ്രധാനപ്പെട്ട അലകൾ സൃഷ്ടിക്കപ്പെടും. നീതിയായി നടന്ന് പിന്നെന്താ നേർ പറഞ്ഞ് മണ്ണിൽ പാതിവൃത്യമുള്ള മണവാട്ടിയായി നമ്മൾ തീരണമെന്നാണ് പാട്ടുകാരൻ പറയാം. അപ്പൊ ആത്മാവ് എന്ന് പറയുന്നത് നിത്യമായി ജീവിക്കുന്നു. സഭാപ്രസംഗി തന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 7-ാം തിരുവചനം പറഞ്ഞു, ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും. സഭാപ്രസംഗിയിൽ 10-ാം അധ്യായം 7-ാം വാക്യം, ദാസന്മാർ കുതിരപ്പുറത്തിരിക്കുന്നതും പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. ആരാ കുതിരപ്പുറത്തിരിക്കുന്നത്? ഇപ്പം ദാസന്മാർ. പിന്നെ പറയുകയാണ്, പ്രഭുക്കന്മാർ ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നതും ഞാൻ കണ്ടു. ഇതിനെക്കുറിച്ച് വേദചിന്തകര് പറയുന്നതേ, കുതിരപ്പുറത്തിരിക്കുന്ന ദാസന്മാർ ശരീരങ്ങളാണ്. കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന ദാസന്മാർ ആരാണ്? ശരീരങ്ങളാണ്. ദാസന്മാരെ പോലെ കാൽനടയായി നടക്കുന്നത് ആത്മാക്കളാണ്. അപ്പൊ ആത്മാവിൽ യാത്ര ചെയ്യുമ്പോൾ വെച്ച് കഷ്ടതയൊക്കെ വരും. ചില കയറി കൊമ്പത്തൊക്കെ കയറിയിരിക്കും. നമ്മളെ വെട്ടിയും വെട്ടാതെയും ഒക്കെ വലിയ അധികാരത്തിന്റെ ഉന്നത ശൃംഗങ്ങളിൽ കയറി പലരും ഇരിക്കുമ്പോ അവരെ ഓർത്ത് വിഷമിച്ചിരിക്കരുത്. ഇത് ഞരങ്ങി നടക്കുന്ന അനുഭവം ഉണ്ടാകുന്നെങ്കിലും ആത്മാവിന്റെ യാത്രയാണ് ഈ ലോകത്ത് നമ്മൾ നിർവഹിക്കുന്നത്. നമ്മൾ ശരീരത്തെ പോഷിപ്പിച്ച് അലങ്കരിക്കുന്നു, ആത്മാവിനെ പലപ്പോഴും തിരസ്കരിച്ചു കൊണ്ടുപോകുന്നു. സുഹൃത മൂല്യങ്ങളാൽ ആത്മാവിന്റെ ശോഭ വർദ്ധിപ്പിക്കണം. സുഹൃതത്തിന്റെ മൂല്യങ്ങളാൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ ശോഭ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ശോഭ വർദ്ധിപ്പിക്കണം.
സെമിനാരിയിലൊക്കെ ഈ ശീമാനമസ്കാരമൊക്കെ ചെല്ലുമ്പോഴേ വെളുപ്പിന് ചെന്ന് ഇവാനുസ്ലിമിന് പറയും, ശരീരത്തെ കൊണ്ടുവന്ന് ഉറക്കമൊക്കെ വന്നാലും അവിടെ കിടത്തിയാലും മതി, ചാപ്പലിൽ പോവാതിരിക്കരുത് എന്നൊക്കെ പറയും. ശീമാനമസ്കാരത്തിൽ പറയും, ആത്മാവേ നീ സ്തുതിയേക്കാൾ നിദ്രയെന്തേ സ്നേഹിച്ചു. ഉറക്കഭാരം കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. ഗത്സമനയുടെ തീരങ്ങളിൽ വളരെ ശാന്തമായി പ്രാർത്ഥിക്കേണ്ട നിമിഷങ്ങളിൽ മയങ്ങിപ്പോയ മനുഷ്യരുണ്ട്. ധ്യാനങ്ങളിലും മയങ്ങുന്നവരുണ്ട്. ശരീരത്തിന്റെ ഭാരം കൊണ്ട്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളാണ് കൂടുതലിരിക്കുന്നത്. വീട്ടിലെ ജോലി അനവധി ചെയ്ത് തീർത്ത് ഇനിയും ചെന്നിട്ട് അനവധി ചെയ്ത് തീർക്കാനുള്ളതും ഒക്കെ ഓർത്ത് ശരീരമെന്ന ഭാരം പേറിക്കൊണ്ട് നമ്മൾ അറിയാതെ നിദ്രയിലേക്ക് പോകാറുണ്ട്. ഇവിടെ നോക്കുക, നമ്മുടെ ശരീരത്തെ പരിപോഷിപ്പിക്കുന്നതിനേക്കാൾ അപ്പുറം സുഹൃത മൂല്യങ്ങൾ കൊണ്ട് ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ ഇങ്ങനെയുള്ള അഭയ സംഗമങ്ങൾക്ക് സാധ്യമായി തീരണം. അപ്പൊ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ച്, നമ്മുടെ പ്രധാന വിഷയത ഉള്ളിലെ മനുഷ്യൻ പുതുക്കപ്പെടണമെങ്കിൽ ഈ ഒരു വാക്യം പറയുന്നതിന് മുമ്പ് അദ്ദേഹം 2 കൊരിന്ത്യർ ലേഖനങ്ങളിൽ പല ഭാഗങ്ങളിൽ ചില തിരിച്ചറിവിന്റെ സൂചനകൾ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 3 ഘട്ടമായി നമുക്ക് ഈ ധ്യാനത്തെ വളരെ പെട്ടെന്ന് തീർക്കാം. ഒന്നാമത് പറയുകയാണ്, ഒന്നാമത്തെ തിരിച്ചറിയൽ, പൗലോസ്ലീഹായുടെ തിരിച്ചറിയൽ 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. അവിടെ പറയുകയാണ്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്ന പോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസം പെരുകുന്നു. അപ്പൊ കഷ്ടം പെരുകുന്നുണ്ട്. പൗലോസ്ലീഹായുടെ തിരിച്ചറിയൽ, ഈ ബാഹ്യ രൂപമുള്ള ഈ ശരീരം ക്ഷയിച്ചാലും ആന്തരിക ശരീരം ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കണമെങ്കിൽ അദ്ദേഹം കണ്ട ഒന്നാമത്തെ തിരിച്ചറിവാണ് എന്താണ്? ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിന്റെ ആശ്വാസവും ഞങ്ങളിൽ എന്ത് ചെയ്യുന്നു? അപ്പൊ കഷ്ടം തരുന്നു, പിന്നെന്തോ തരുന്നു? ആശ്വാസവും തരുന്നു. ഏത് കഷ്ടത്തിനും ഒരു മറുപടിയില്ലേ? ഏത് പ്രതിസന്ധിക്കും ഒരു പരിഹാരമില്ലേ? പക്ഷെ പ്രതിസന്ധിയുടെ പരിഹാരം പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും കണ്ടെത്തുവാൻ ഒരു ഭക്തന് സാധിക്കുമ്പോഴാണ് ജീവിതം ശ്രേഷ്ഠമാകുന്നത്. വിജയകരമായിരിക്കുന്ന ജീവിതം നയിക്കുവാനുള്ള അടിത്തറയിൽ ചിലപ്പോൾ നമുക്ക് ഏകാന്തത ഉണ്ടാകും, അത് സ്വീകരിക്കണം. ചിലപ്പോൾ നിരാശ വരും, അതിനെന്ത് ചെയ്യണം? സ്വീകരിച്ച് നിരാശ മാറ്റണം. ചിലപ്പോൾ വേദന വരും, ചിലപ്പോൾ പീഡനം വരും. ഇന്ന് ആദിമസഭ അനുഭവിച്ച പീഡനങ്ങളൊന്നും നമുക്കില്ല. രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിലും ഒക്കെ നമുക്ക് ദേവാലയ സ്വാതന്ത്ര്യങ്ങൾ തരുന്ന ഒരു തരത്തിലാണ്, ഒരു മതേതര സംസ്കാരത്തിന്റെ ഒരു വലിയ തരത്തിലാണ് കേരള പിറവി കഴിഞ്ഞിരിക്കുന്ന ഈ കേരളത്തില് ഒരു സുറിയാനി ക്രിസ്ത്യാനിക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, നമുക്ക് നിരാശ വരാം. അതിന് വചനത്തിലൂടെ നിരാശയിൽ നിന്ന് ആശ്വാസത്തിലേക്ക് എത്താൻ സാധിക്കണം. നമുക്ക് പീഡനം വരാം, ആ പീഡനങ്ങളിൽ നിന്ന് പരമമായ ക്രിസ്തു നന്മയിലേക്ക് യാത്ര ചെയ്യണം. ഏകാന്തത വരാം, ഒറ്റപ്പെട്ടു പോകാം. ചില ഭവനങ്ങളിലൊക്കെ വളരെ വേദനിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ടവരായി ഭാര്യ ഭർത്താക്കന്മാർ നടന്നു, അതിലൊരാള് മാറ്റപ്പെടുമ്പോ മക്കളൊക്കെ ദൂരെയാണെങ്കിൽ അവിടെ ഏകാന്തതയുടെ തടവറയിലാകുന്ന ചില അമ്മമാര്, ചില അപ്പന്മാര്, ചില പ്രിയപ്പെട്ടവര്, അവരെയൊക്കെ കാണുമ്പോ പൗലോസിന്റെ ദൈവശാസ്ത്രം മനസ്സിൽ ധ്യാനിക്കുക. ഏകാന്തത വരാം, നിരാശ വരാം, പീഡനം വരാം, വേദനകൾ വരാം. ശരീരത്തിൽ വേദന എപ്പോഴും വരാം. നമുക്കറിയാം, തണുപ്പുകൾ നന്നായി കൂടിയാൽ വാദമൊക്കെയുള്ള ആളുകൾ എന്തുമാത്രം അതിൽ പ്രയാസപ്പെടും. നേരെ നിന്നിട്ട് വേണ്ടേ? ചില അമ്മമാര് ഒറ്റയ്ക്ക് വീട്ടില് എങ്ങനെ ഭക്ഷണം പാകം ചെയ്ത് ജീവിക്കുന്നത് പോലും അറിയത്തില്ല. 90 വയസ്സുള്ള ഒരു അമ്മച്ചി എനിക്കറിയാം. അമ്മച്ചി വേറെ ആരും വെച്ചു കൊടുക്കുന്ന ഇപ്പോഴും ഇഷ്ടമല്ല, തന്നെ ചെയ്യത്തുള്ളൂ. എങ്ങനെ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും സാധിക്കുകയില്ല. അപ്പൊ വേദനകൾ വരാം. അപ്പൊ ക്രിസ്തു നമുക്ക് കഷ്ടങ്ങൾ തരുമ്പോൾ അതുപോലെ തന്നെ പൗലോസ്ലീഹായുടെ തിരിച്ചറിയലാണ് ആശ്വാസം. ആരാ തരുന്നേ? ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു
നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, അധ്വാനിക്കുന്നവരെ, ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ആശ്വസിപ്പിക്കാം. ധ്യാനത്തിന്റെ പകുതി അവിടെ നിന്ന് ഇങ്ങോട്ടാ വരണ്ട കേട്ടോ, മിണ്ടായിരിക്കരുത്, ഉറങ്ങിപ്പോകും, ശരീരത്തിന്റെ ക്ഷീണാവസ്ഥയിലേക്ക് പോകും. ഞാൻ പറഞ്ഞത്, ഈ കഷ്ടങ്ങൾ പെരുകുന്നത് പോലെ ആശ്വാസവും എന്റെ ഉള്ളിൽ അനവധിയായി പെരുകുന്നു. കോവിഡ് വന്നു അല്ലേ, ആദ്യം ഒരു ഇറ്റലിക്കാരൻ വന്നപ്പോ അവനെ ഓടിച്ചു, പിന്നെ പരക്ക കോവിഡ് അല്ലേ, അതിന് ആശ്വാസത്തിനുള്ള വാക്സിനുകൾ വന്നു, ഡോസുകൾ വന്നു, ബൂസ്റ്ററുകൾ വന്നു, മനുഷ്യന് സജീവരായി. ഒരുപക്ഷെ ഇനിയും ഒരു നിമിഷം മുന്നോട്ട് എങ്ങനെ പോകും എന്ന് ചിന്തിച്ചിരിക്കുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആശ്വാസം പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയും കൃപയുടെ വ്യാപനവുമായിരിക്കും. പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ, ഇത് പൗലോസ് ശ്ലീഹ തിരിച്ചറിഞ്ഞിട്ടാണല്ലോ പറഞ്ഞേ, ക്രിസ്തുയേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം. അവ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും സജീവമായി ഉണ്ടായിരിക്കണം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാ. കൃപയുടെ വ്യാപനം ഉണ്ട്. നോമ്പിനെ കുറിച്ച് പിതാക്കന്മാർ പറഞ്ഞു, കൃപ വർദ്ധിക്കുന്ന കാലമാണ്, കൃപ പെരുകുന്ന കാലമാണ്. ജീവിതത്തില് പ്രതിസന്ധി വരുമ്പോഴും കഷ്ടതകൾ വരുമ്പോഴും ആശ്വാസം നമ്മളിൽ അറിയാതെ വരുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയണം. ഒരു വൈദികൻ അദ്ദേഹത്തിന്റെ ശരീരത്തില് തൊണ്ടഭാഗത്തുള്ള പരിശോധനയില് വളരെ വളരെ വ്യാപകമായ ക്യാൻസർ ആണ് എന്ന് തിരിച്ചറിഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഏറിയ 3-4 മാസം. ഏറിയാൽ എത്ര നാളാ? 3-4 മാസം. അപ്പൊ ആ അച്ഛൻ ആദ്യം പ്രതികരിച്ചു, ആ വൈദികൻ പ്രതികരിച്ചു, നന്നായി, ഒരുങ്ങി മരിക്കാനാണ് ദൈവം എനിക്ക് ക്യാൻസർ തന്നത്. 3-4 മാസം ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെ മരിക്കാം? ഒരുങ്ങി മരിക്കാം. ഹാർട്ട് അറ്റാക്ക് ആണ് പെട്ടെന്ന് വന്ന് ഞാൻ മരിച്ചിരുന്നതെങ്കിൽ എനിക്കെന്ത് പറ്റത്തില്ല, ഒരുങ്ങി മരിക്കുവാൻ പറ്റുകയില്ല. അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് പറയുന്നതാണ്, അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന ആളുകള്, രോഗികളുടെ അടുക്കൽ വരുമ്പോ ചെല്ലേ അവരുടെ നിപ്പ് കാണും അല്ലെ, ഈ രോഗികളുടെ അടുക്കൽ ചെല്ലുന്നവരുടെ നിപ്പ്, അയ്യോ വലിയ കഷ്ടമായിട്ടാ. ഈ രോഗിയേക്കായി വലിയ ആ മുഖത്തെ ആ ഇടിച്ചുള്ള ഇരിപ്പും ആ നിപ്പും കണ്ടാലേ ഇങ്ങനെ 10 പേര് വന്നാൽ ഈ രോഗിക്ക് ആശ്വാസത്തെക്കാൾ വലിയ പ്രയാസം ഉണ്ടാകും. ആ രോഗിയിലുള്ള ആശ്വാസ അനുഭവം പോലും ചില കാണാൻ പോകുന്ന ആളുകളിൽ വരികയില്ല. അപ്പൊ ഇവിടെ ഈ അച്ഛന്റെ അടുക്കൽ, ഈ വൈദികന്റെ അടുക്കൽ ആശ്വാസവുമായി അല്ലെങ്കിൽ കാണുവാനായി വന്നവരോട് ആ അച്ഛൻ വളരെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റേത് രോഗമെന്ന് കരുതി നിങ്ങൾ വേദനിക്കരുത്. എന്റേത് എന്തെന്ന് കരുതി? രോഗമെന്ന് കരുതി നിങ്ങൾ വേദനിക്കരുത്. അനുഗ്രഹമെന്ന് കരുതി ദൈവത്തിന് നന്ദി പറയണം. നല്ല വേദന ചിലപ്പോൾ തോന്നാറുണ്ട്. സഹിക്കാനുള്ള ശക്തി തരണമെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഒരു ഭാഗ്യമരണം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. 3-4 മാസം കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിന് രോഗത്തിന്റെ വേദനകളൊക്കെ കൂടി, മരണത്തിന്റെ ദിവസങ്ങളൊക്കെ അടുത്തു വന്നു. പക്ഷേ അദ്ദേഹം മരണത്തിന്റെ 3 ദിനം മുമ്പ് വരെയും പരിശുദ്ധ മദ്ബഹായിൽ തിരുബലി സമർപ്പിച്ചു. 3 ദിവസം മുമ്പ് വരെ RCCയിലാണ് ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തിയത്. അവിടെ അദ്ദേഹം ചെല്ലുമ്പോ അദ്ദേഹത്തിന്റെ വേദനകൾ മറന്ന് കൈക്കുഞ്ഞുമായി വരുന്ന അമ്മയുടെ ക്യാൻസർ രോഗത്തിന്റെ കീമോതെറാപ്പിക്ക് ഈ കൈക്കുഞ്ഞുമായി വരുന്ന അമ്മയുടെ ഭാവങ്ങളിലുള്ള വേദനകൾക്ക് വേണ്ടി ഈ പുരോഹിതൻ പ്രാർത്ഥിച്ചു. അദ്ദേഹം ബലിയർപ്പിച്ചു. ബലിയുടെ തീവ്രതയും, അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, ബലിയുടെ തീവ്രതയും ആന്തരിക ചൈതന്യവും രോഗാവസ്ഥയിൽ കൂടുതലായി ഞാൻ അനുഭവിച്ചു. രോഗാവസ്ഥയിൽ കൂടുതലായി അനുഭവിച്ചു. ഞാനിത് പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ മറ്റൊരു തരത്തിലുള്ള ധ്യാനം നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ, ഞാൻ അങ്ങനെയുള്ള ഒരു ധ്യാനത്തിൽ വ്യത്യസ്തമായി ശരീരമെന്ന കുറച്ചു കാലം മാത്രം വസിക്കുവാനുള്ള ഈ സ്ഥലത്തു നിന്ന്
നിത്യമായി നിലനിൽക്കുന്ന ആത്മാവിലേക്കുള്ള ഒരു യാത്രയ്ക്ക് നമ്മുടെ ഈ ധ്യാനം മുഖാന്തരമായി തീരട്ടെ. ഒരു ചിന്തകൻ പറഞ്ഞു, ഓൾഡർ ഓൺ ദ ഔട്ട്സൈഡ്, യങ്ങർ ഓൺ ദ ഇൻസൈഡ്. ഇതിന്റെ അർത്ഥം എന്താ അറിയാമോ? പഴക്കമൊക്കെ വെളിയിൽ, യുവത്വമൊക്കെ എവിടെയാ? ഇവിടെ ഇരിക്കുന്ന ചില അമ്മച്ചിമാര് ഒരുപക്ഷെ പള്ളി പോകാൻ ഒക്കുമോ ഇന്നലെയോ ഇന്ന് രാവിലെയോ സംശയിച്ചു കാണും. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ഒരു യുവത്വം അവരുടെ ശരീരത്തിന്റെ പ്രതിസന്ധിയേക്കാൾ കൂടുതൽ അവരെ ദേവാലയത്തിൽ കൊണ്ടുവരുവാൻ അവരെ സഹായിച്ചു എന്നുള്ളതാണ്. ദ ഡെയിലി ഇൻവേർഡ് റിന്യൂവൽ ഓൺ ദ ഇന്നർ മാൻ. ഒരു മനുഷ്യന്റെ ആന്തരിക മനുഷ്യനിൽ ഓരോ ദിവസവും ഒരു റിന്യൂവൽ നടക്കണം. ഫാളൻ പേഴ്സണാലിറ്റീസ്, വീണുപോകുന്ന വ്യക്തികൾ, അവർക്ക് 2-3-4 പ്രത്യേകതയുണ്ട്. റെസ്റ്റ്ലെസ്, ഫ്രസ്ട്രേറ്റഡ്, ആംഗ്രി, ഡിസ്കറേജ്ഡ്. വീണുപോകുന്ന മനുഷ്യരുടെ പ്രത്യേകതയാ അവർക്ക് റെസ്റ്റ് ഇല്ല. നിങ്ങൾ എന്നോട് പിണങ്ങരുത്, റെസ്റ്റ് ഇല്ലാതെ ജോലി ചെയ്യുന്നവരില്ലേ? ഒരു റെസ്റ്റും ഇല്ല. റെസ്റ്റ്ലെസ്. പിന്നെന്താണ്? പിന്നെ ഫ്രസ്ട്രേറ്റഡ്, ആംഗ്രി, ഡിസ്കറേജ്ഡ്. ആരെയും പ്രോത്സാഹിപ്പിക്കുകയല്ല, ഭയങ്കര ദേഷ്യമായിരിക്കും. ചിലർ പറയും കൈ കിട്ടുന്ന എറിയ. അത് പുരുഷന്മാരുടെ ഒരു പ്രകൃതമാണ്. കൂടുതലും ദേഷ്യം വരുമ്പോഴേ, ഭാര്യയോട് ദേഷ്യം വരുമ്പോ കൈ കിട്ടുന്ന എടുത്തറിയും. ഒരമ്മ +2 പഠിക്കുന്ന ഒരു കൊച്ചനെയും കൊണ്ട് പരുമലയില് ഒരിക്കൽ കൗൺസിലിംഗ് വന്നപ്പോ പറഞ്ഞു, ഇവന്റെ ഒരു വലിയ പ്രശ്നമാച്ച എങ്ങനെയും പരിഹരിച്ചു തരണം. ഇവന് മൊബൈൽ എടുത്തൊരു ഏറെറിഞ്ഞ് 3 കഷ്ണമായി മാറി. അപ്പൊ അമ്മ പറയുന്നത് കേൾക്കുമ്പോ നമ്മള് ഈ തത്വത്തിൽ ചിലപ്പോ അത് വിശ്വസിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആൺപ്രകൃതത്തിൽ അങ്ങനെ എറിയാറുണ്ട്. അത് ടീനേജിലായാലും ഇവിടെ വളർന്നാലും ആ ദേഷ്യമൊക്കെ പെട്ടെന്ന് വരാറുണ്ട്, സ്വാഭാവികം. പക്ഷേ ആ കൊച്ചനെ ഒറ്റയ്ക്കിരുത്തി അവനോട് വർത്താനം പറഞ്ഞപ്പോഴേ ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്ന് വന്നവരാണ്. അവരുടെ അവൻ പറയുകയാണ്, അച്ഛാ, എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോഴേ എത്ര ഭീകരമായിട്ടാണ് എന്റെ ശരീരത്തോട്ട് പോലും അറ്റാക്ക് ചെയ്യും. എന്നെ ഒരൊറ്റ അടിയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്റെ ഷോൾഡറിന് ഇപ്പുറത്ത് അടിച്ചത്. ഞാനായോണ്ടല്ലയോ എനിക്ക് തിരിച്ച്. അവൻ പറഞ്ഞ ഒരു മറുപടി എനിക്ക് മറുപടി പറയാൻ പറ്റാത്ത ഒരെണ്ണമാണ്. അവൻ പറയുക, ഞാൻ തിരിച്ചടിക്കാഞ്ഞത് എന്താണെന്നറിയാമോ? അവൻ പറയാ, ഞാൻ തിരിച്ചടിക്കാഞ്ഞത് എന്താണെന്നറിയാമോ? അമ്മയെ തല്ലി ആണ് ഞാനെന്ന് കേൾക്കാൻ ഞാൻ അനുവാദമില്ല, ഒരു താല്പര്യമില്ലാത്തത് കൊണ്ട് എങ്ങനെയോ എനിക്കൊരു ഉള്ളിലൊരു ഊർജം കിട്ടി. അതുകൊണ്ട് ഞാൻ അത് ചെയ്തില്ല. പക്ഷെ ബാഹ്യലോകത്തേക്ക് നോക്കിയപ്പോ അമ്മയെ ഞാൻ ഉപയോഗിക്കുന്ന ഫോൺ അവിടെ കിടന്നു. അത് ഞാൻ എടുത്ത് ഒരൊറ്റ എറിഞ്ഞു. ഒരുപക്ഷെ നോക്കുമ്പോ കുറച്ചുകൂടെ ഒരു പാകത ഈ കൊച്ചനുള്ളത് പോലെ ചിലപ്പോ തോന്നും. നമുക്കറിയാം, പല സന്ദർഭങ്ങളിലും പലതും ഈ കൗൺസിലിങ്ങിലൂടെ കേട്ടതുകൊണ്ട് വളരെയധികം മനസ്സിൽ പ്രയാസങ്ങൾ തോന്നാറുണ്ട്. ഒരാൾ പറഞ്ഞു, അവൾ എപ്പോഴും മൂളിപ്പാട്ട് പാടുക. അങ്ങേരും എല്ലാം പറയുമ്പോ അവര് മൂളിപ്പാട്ട് പാടും. ഞാനിത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പൊതുവേ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത് പലർക്കും സ്ത്രീകളിൽ സാംക്രമികമായ ഒരു രോഗം പോലെയാണ്. പക്ഷെ ഇയാള് പറഞ്ഞു, ഇവള് ഈ മൂളിപ്പാട്ട് പാടുമ്പോ എനിക്കെന്തൊരു അസഹനീയതയാണ് അറിയാമോ? എനിക്ക് ഭയങ്കര പ്രതിസന്ധിയാ. ഇവളെന്നെ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നുള്ളത് വരുമ്പോ എനിക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധി അറിയാമോ? ആ സ്ത്രീ അടുത്തിരിപ്പുണ്ട്. അവരുടനെ പറയുകയാണേ, എനിക്ക് പലരും പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരെന്തെങ്കിലും പറയും മിണ്ടാതിരിക്കണം. അപ്പൊ അത് മിണ്ടാതിരിക്കാനും എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ അങ്ങ് വിചാരിക്കും മറുപടി പറയണ്ട, ഇങ്ങനെ പറഞ്ഞതിനൊക്കെ മറുപടി പറയണ്ടെന്ന് വെച്ചാൽ മൂളിക്കൊണ്ട് നടക്കും. അതിൽ ഇവര് തന്നെ പറയാന്നേ, ഞാൻ ആ വെളിവ് നിറഞ്ഞോൻ ഈശോ എന്നുള്ള പാട്ടാ പാടുന്നത്, അല്ലാതെ വേറൊന്നും പാടാറില്ല. അപ്പൊ അയാൾ പറയാം, ഇതാണ് എനിക്ക് പ്രശ്നം, എനിക്ക് വെളിവില്ലെന്നല്ലയോ അവള് പാടുന്നേ. പള്ളിയിൽ ഇത് പാടുമ്പോ എനിക്ക് സഹിക്കാൻ ഒക്കുന്നില്ല. അപ്പൊ വീട്ടിൽ കേട്ടതിന്റെ പ്രതിഫലനം കുർബാനയ്ക്ക് മുമ്പ് പള്ളിയിൽ കേൾക്കുമ്പോഴും അതും സഹിക്കാൻ ഒക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, ആന്തരിക മനുഷ്യരെ വർദ്ധിപ്പിക്കുമ്പോ നമുക്ക് ഈ പുറത്തുള്ള വർത്താനങ്ങളൊക്കെ കുറയും. നമ്മുടെ ധ്യാനങ്ങൾ ഉള്ളിലെ മനുഷ്യനോട് സംസാരിക്കുന്നതാണ്. നമുക്ക് നമ്മളോട്, നമ്മുടെ അകത്ത മനുഷ്യനോട് സംസാരിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വെൽ ഇൻഫോംഡ് ആണ് ഈ സമൂഹം. അതായാ പോലെ ഫോംഡ് ആവും.
വെൽ ഇൻഫോംഡ് ആണ്. എല്ലാ വിവര സാങ്കേതിക വിദ്യയും, അല്ലെ, ഗൂഗിളിനോട് ചോദിക്കാം, നമ്മളോട് ചോദിക്കും. ഒരു മരുന്ന് ഡോക്ടർ കുറിച്ച് കൊടുത്താൽ തന്നെ അതിന്റെ വിവിധ വശങ്ങൾ ഉടൻ തന്നെ നമ്മൾ മനസ്സിലാക്കും. എന്ന് വെച്ചാൽ വെൽ ഇൻഫോംഡ് ആണ് ഈ കമ്മ്യൂണിറ്റി. തലമുറ ഇൻഫോംഡ് ആണ്, പക്ഷെ ഫോംഡ് ആയില്ല, രൂപപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് പണ്ട് പറയും, ഒരു പരുവമൊക്കെ, ഒരു ഇരുത്തമൊക്കെ വരണം. പരുവപ്പെടാത്ത തലമുറയാണിത്. ഈ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ധ്യാനങ്ങളിൽ പ്രാർത്ഥിക്കണം. ഒരു ഹസ്ബൻഡും വൈഫൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് എന്റെ മുമ്പില്. അപ്പോ ആ ഭാര്യ പറഞ്ഞു, കുറെ വിഷയങ്ങൾ അവരുടെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു, ഈ വീട്ടില് പണമില്ലാത്തപ്പോഴ് ഈ ഭർത്താവ് അപ്പുറത്ത് പോയി കടം വാങ്ങിച്ചുകൊണ്ടുവിടാ എന്നെ വിടുന്നേ. ഞാനങ്ങ് നാണം കെട്ടു, കടം വാങ്ങിച്ച് ഞാൻ പരുവായി. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നുമല്ലോ. സ്വാഭാവികമായിട്ട് എനിക്ക് മനസ്സിൽ തോന്നി, ഞാൻ എൻ്റെ വീട്ടില് ഞാൻ എൻ്റെ ഭാര്യയെ കടം വാങ്ങിക്കാൻ വിടാറില്ല. നീ കടം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അതുപോലുള്ള പ്രതിസന്ധിയൊക്കെ എങ്ങനെങ്കിലും കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്കില്ല് ദൈവം നമുക്ക് തരും. അപ്പൊ ഇയാള് ചെയ്യുന്നത് തെറ്റാണല്ലോ എന്ന് ചിന്തിച്ച് അയാളോടെ ഇങ്ങനെ പയ്യെ വളരെ സ്വാതന്ത്ര്യത്തോടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓരോ മനുഷ്യന്റെയും പെരുമാറ്റത്തിന്റെ പിമ്പിൽ 8 വയസ്സിനോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള വയസ്സുകളിലോ ഉള്ള ചില സംഗതികൾ കിടപ്പുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, എന്റെ അപ്പൻ പാറമടയിൽ ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട മനുഷ്യരായിരുന്നു. ഒരു ദിവസം വീട്ടിൽ ഭക്ഷണമില്ല. അമ്മ എന്നോട് പറഞ്ഞു, വീടിനടുത്ത് അങ്കിള് പലചരക്ക് കട നടത്തുന്നുണ്ട്, അവിടെ പോയി മോനെ നീ 1/2 കിലോ അരിയും ഇച്ചിരി ഉപ്പും വാങ്ങിച്ചോണ്ട് വരണം. പൈസ 2 ദിവസമായി. അപ്പൻ പനിയടിച്ച് കിടക്കുമല്ലായിരുന്നു. ഇന്ന് പാറമടയിൽ പോയിട്ടുണ്ട്, വൈകിട്ട് തരും, അതുകൊണ്ട് നീ പറയണം. അവന്റെ സ്വന്തം അമ്മാച്ചന്റെ അങ്കിളിന്റെ അടുക്കൽ അവൻ ചെന്ന് പറഞ്ഞു, അങ്കിളെ 1/2 കിലോ അരി തരണം, ഉപ്പ് തരണം. അപ്പോ ഇപ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോയി പാക്കറ്റിൽ എടുക്കുന്നവരല്ലോ, പഴയ രീതി അനുസരിച്ച് പേപ്പറിന്റെ കുമ്പിള് കുത്തി അതിനകത്ത് ആ ചാക്കുകെട്ടിലിരുന്ന അരി എടുത്ത് ആ അങ്കിള്, ആ മനുഷ്യൻ അതില് പാത്രം കൊണ്ട് കോരി അത് തൂക്കി നോക്കി, കൃത്യം 1/2 കിലോ. ചേഴക്കാരനാന്ന് പറഞ്ഞ് ഒരു മണി അരി കൂടുതൽ വെച്ചിട്ടില്ല, 1 മണി അരി കൂടുതലില്ല. 1/2 കിലോ ചോദിച്ചു, 1/2 കിലോ തന്നെ തൂക്കി കൊടുത്തു, ഉപ്പ് എടുത്തു കൊടുത്തു. എന്നിട്ട് അവന് പോരാനായിട്ട് ഭാവിച്ചപ്പോ, എടാ വളരെ പരുക്കനായിച്ചു, പൈസ കടാ. അവൻ പറഞ്ഞു, അമ്മ പറഞ്ഞു പൈസ ഇപ്പോഴില്ല, അതുകൊണ്ട് അത് വൈകിട്ട് തരാം എന്ന് പറഞ്ഞു. അതുപോലെ ഈ 1/2 കിലോ അരി പിടിച്ചു വാങ്ങിച്ച് ആ കുമ്പിളിന്റെ താഴ്വശം ഇളക്കിയിട്ട് അത് കുടഞ്ഞ് ആ ചാക്കിനകത്തേക്ക് ഇട്ടു. ഇങ്ങനെ ഓരോ മനുഷ്യർക്ക് വേദനിച്ച എന്തൊക്കെ സംഭവങ്ങൾ ഈ ലോകത്ത് കാണും. ഞാൻ ആ മനുഷ്യനോട്, ആ യുവാവിനോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയത്, മോനെ, പുറമെ ഇങ്ങനെ പലതും വരും, അതൊക്കെ കണ്ടു നിന്നാൽ നിനക്ക് ജീവിതത്തില് ഒരർത്ഥപൂർണമായ ഒരു സ്ഥലത്തെത്താൻ സാധ്യമല്ല. ഒരുപക്ഷെ അവനിപ്പോൾ ചെയ്യുന്നത്, അവനാരോടും ഈ ഒരു ഇൻസിഡന്റ് കൊണ്ട് ആരോടും കടം വാങ്ങിക്കാൻ എന്ത് ചെയ്യില്ല, പോവുകയില്ല. അതിന് പകരമായി ഭാര്യ വിടുന്നുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം, വളരണം. ഒന്നാമത്തെ ഘട്ടം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് കഷ്ടതകൾ വന്നാലും അതിലേറെ ആശ്വാസം ദൈവത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നു, ക്രിസ്തുവിൽ നിന്ന് തന്നെ ലഭിക്കുന്നു എന്നുള്ള ബോധ്യം. ഞാൻ നിങ്ങളും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഓർക്കുക, നിനക്ക് കഷ്ടതയുണ്ട്, നിനക്ക് കൊറോണ ഉണ്ട്, നിനക്ക് ക്യാൻസർ ഉണ്ട്, ബഹുവിധങ്ങളായ രോഗങ്ങളുണ്ട്, പക്ഷേ ആശ്വാസത്തിന്റെ ഉറവിടമായ ക്രിസ്തു നിനക്കത് തരുന്നുണ്ട്, ആശ്വാസം തരുന്നുണ്ട്. ഒരു നിമിഷം ശാന്തമായി നമ്മുടെ മനസ്സുകളിൽ ഓർത്തു നോക്കി, എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട് എന്ന് ഓർക്കുക. ക്ഷിപ്രപ്രകൃതത്തിൽ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചവർ, പെട്ടെന്ന് പലതും ചെയ്യണമെന്ന് വിചാരിച്ചവർ, ഒരു നിമിഷം നീ ഒന്ന് ശാന്തമായി ആലോചിച്ചപ്പോൾ നിനക്കതിനുള്ള മറുപടി ദൈവം തന്നിട്ടുണ്ട് എന്നുള്ളത് സമഗ്രമായി മനസ്സിലാക്കുവാൻ സാധിക്കണം. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, രണ്ടാം ഘട്ടം, 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം, എങ്കിലും അതൊരു
വാക്യം തന്നെയാണല്ലോ. എങ്കിലും ഈ ആത്യന്ത ശക്തി എന്താ പറയുന്നത്? ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് എവിടെയാ? മൺപാത്രങ്ങളിലാണ് ഉള്ളത്. ഈ നിക്ഷേപം എവിടാ ഉള്ളത്? മൺപാത്രങ്ങളിൽ. നോർത്തു നോക്കിയേ, ശക്തമായ സത്യങ്ങൾക്ക് ദുർബലമായ പാത്രങ്ങൾ ഉപയോഗിക്കുന്ന നിമിഷം. ശക്തമായ സത്യങ്ങൾക്ക് ദുർബലമായ പാത്രം. പൗലോസിന്റെ ജീവിതത്തിൽ പൗലോസും സഹയാത്രികരും അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ചില നിമിഷങ്ങളിലൂടെയാണ് അവർ പറയുന്നത്, ഈ ആത്യന്തിക ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാ. അതുകൊണ്ട് ഇത് എവിടെയാ തന്നിരിക്കുന്നത്? ഉടഞ്ഞു പോകാകുന്ന മൺപാത്രമാണ്. ഉടഞ്ഞു പോകാകുന്ന. അതിനൊത്തിരി പാരിസ്ഥിതികമായ ഒത്തിരി കഴിവുകളൊക്കെ ഉണ്ട് മൺപാത്രങ്ങൾക്ക്, അത് വേറൊരു കാര്യം. അതുകൊണ്ടും മനുഷ്യനെയും സൃഷ്ടിച്ചത് ഏതുകൊണ്ടാണെന്ന് അഭിമാനിക്കണം. മണ്ണുകൊണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇല്ലാത്ത മണ്ണുകൊണ്ടാണ്. അത് മണ്ണായി തീരുന്ന അനുഭവത്തിലേക്കാണ് നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാനം ചെന്ന് നിൽക്കുന്നത്. 54 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച പരിശുദ്ധനായ പരിമലത്തിനുമേറി ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തിന്റെ കൊച്ചു പ്രാർത്ഥനകളും ദീർഘമായ തപനങ്ങളുമൊക്കെ കണ്ടു നിന്നവരിൽ അന്ന് തന്നെ അതിശയോക്തി ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ട്. എങ്കിലും ചില ആളുകളെങ്കിലും തുച്ഛീകര ഭാവത്തോടെ ഒരുപക്ഷെ അദ്ദേഹത്തെ കണ്ടു കാണും. ഭക്തിയുടെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം വീട്ടിൽ പറയും, ഇവള് വലിയൊരു പ്രാർത്ഥനക്കാരി വന്നിരിക്കുന്നു, ഇവൻ വന്നൊരു പ്രാർത്ഥനക്കാരൻ വന്നിരിക്കുന്നു. പക്ഷെ നോക്കിയേ, ഈ ആത്യന്തിക ശക്തി നിന്റെ സ്വന്തമല്ല എന്നുള്ളത് കൊണ്ട് ഇത് മൺപാത്രത്തിലാണ് തന്നിരിക്കുന്നത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ശരിക്കും പാഴായി തോന്നാം എന്ന് തോന്നിയിരിക്കാമാകുന്ന ഒന്ന്, നിരാശയോടെ ജീവിക്കുവാനുള്ള പ്രലോഭനത്തിന് വഴങ്ങാത്ത പൗലോസ്ലീഹ, നിരാശയിൽ ജീവിക്കണമെന്ന് ചിന്തിക്കാത്ത പൗലോസ്ലീഹ നമ്മളോട് പറയുകയാണ്. ഒരിടത്ത് ഇങ്ങനെ വായിച്ചു, ഒരു യജമാനൻ തന്റെ ദാസനെ എല്ലാ ദിവസവും ആ രാജകൊട്ടാരത്തിന് കുറച്ച് ദൂരെയുള്ള ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരാനായി പറഞ്ഞു വിടും. ഒരു 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 കഴ പോലുള്ളൊരു സാധനം ഇങ്ങനെ തോളിൽ വെച്ചിരിക്കും. 2 കുടമുണ്ട്. ഒരു കുടം ഇപ്പുറത്തും മറ്റേ കുടം ഇപ്പുറത്തും. നല്ല ബാലൻസ് ചെയ്യും. ശരീരത്തിന് പെട്ടെന്ന് ഈ നമ്മുടെ മസിൽസുകൾക്കും നമ്മുടെ ജോയിന്റ്സുകൾക്കും ഒന്നും വലിയ പ്രശ്നം വരാതെ ഒരുപോലെ ബാലൻസ് ചെയ്യും. പക്ഷെ എന്തോ ഒരു പ്രതിസന്ധി, ഈ കൊടുത്തുവിട്ട ഒരു കുടം ഉണ്ടല്ലോ, ഒരു കുടം കിഴിഞ്ഞതാണ്. ഒരു കുടത്തിന് ലേശം കിഴുത്തയുണ്ട്, മറ്റേ കുടം കുഴപ്പമില്ല. അപ്പൊ ഇവിടെ പകുതി വെള്ളം മാത്രമേ രാജകൊട്ടാരത്തിൽ എത്തത്തുള്ളൂ. കിഴിഞ്ഞ കുടത്തിൽ നിന്ന്, നിറഞ്ഞ കുടത്തിൽ നിന്ന് നിറഞ്ഞ രീതിയിൽ വെള്ളമെത്തും. വർഷങ്ങൾ കടന്നുപോയി. തോളിൽ തൂക്കിയിട്ടിരിക്കുന്ന തൂണിന്റെ 2 അറ്റവും വഹിച്ചുകൊണ്ട് പതിവായി ഈ ആള് വേലക്കാരൻ യാത്ര ചെയ്തു. വർഷങ്ങളോളം ഇത് തുടർന്നു. പൊട്ടിയ പാത്രം ഒരു ദിവസം ഈ വേലക്കാരനോട് പറഞ്ഞു, എന്റെ പരാജയങ്ങളിൽ ഞാൻ ലജ്ജിക്കുന്നു, എന്റെ പരാജയത്തിൽ ഞാൻ ലജ്ജിക്കുന്നു. മറ്റേ പാത്രത്തിന് ചെയ്യാവുന്നതിന്റെ പകുതി മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നിരാശ. ഇവിടെ ആ യജമാനന്റെ വേലക്കാരൻ ആ പൊട്ടിയ പാത്രത്തോട് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്ന് നിന്നെ ഞാൻ ആ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നീ എന്ന കുടവിരിക്കുന്ന വശത്തെ പാതയോരം നന്നായിട്ട് നീ ശ്രദ്ധിക്കണം. അവിടെ കുറേയേറെ പൂക്കൾ പുഷ്പിച്ചു നിൽക്കുന്നത് നീ കാണും. കണ്ണ് കുളിർമയോടെ ഇത് കാണണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വേലക്കാരൻ ഇന്ന് പോകുമ്പോൾ ഇത് ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ വശത്താണ് ആ പാതയോരത്തെ പൂക്കൾ മുഴുവനും നിൽക്കുന്നത്. നിന്റെ പോരായ്മയെ കുറിച്ച് എനിക്കറിയാകുന്നത് കൊണ്ട് നിറയെ വെള്ളം എടുത്താലും
എല്ലാം കൊട്ടാരത്തിൽ എത്താത്തത് കൊണ്ട് ആ പാതയോരത്തിൽ ഞാൻ തന്നെ ചെടികൾ നട്ടു വളർത്തി. നമ്മുടെ ജീവിതത്തിൽ ഓർക്കുക, ഒരു അധമവികാരങ്ങൾ അല്ലെങ്കിൽ ഒരു നിരാശയുടെ ഭാവം നമ്മുടെ മനസ്സുകളിൽ ഒരിക്കലും ഉണ്ടാകരുത്. ലിയനാർഡോ ഡാവിഞ്ചി വളരെ പ്രഗത്ഭമായി എഴുതി വച്ചിരിക്കുന്ന ഒരു വരിയാണ്: ഒരു ദിവസം നന്നായി ചിലവഴിച്ചാൽ അന്നു രാത്രി സുഖമായി ഉറങ്ങാം. കേട്ടോ എല്ലാവരും? ഒരു ദിവസം ഉറക്കം കിട്ടാത്തവരും വല്ലതും ഉണ്ടെങ്കിൽ ഓർത്തോണം, ഒരു ദിവസം നന്നായി ചിലവഴിച്ചാൽ അന്ന് സുഖമായി ഉറങ്ങാം. അല്ലെ, പിള്ളേരൊക്കെ ഓടുമ്പോഴേ അല്ലെങ്കിൽ അവര് കായികമായി നമ്മുടെ വീട്ടിലെ കൊച്ചുകുട്ടികൾ വല്ലതൊക്കെ ചെയ്യുമ്പോഴേ അമ്മമാര് പറയണത് ഈ ഓടലെ മറിഞ്ഞു വീഴുന്നു പറയരുത്. അവര് നല്ലൊരു ഓടട്ടെ, അവര് കായികമായി അധ്വാനിക്കട്ടെ, അവര് നല്ല ഉറക്കം കിട്ടും രാത്രിയിൽ. നമ്മൾ വളരെ സമൃദ്ധമായ ദൈവചിന്ത കൊണ്ട് ഡാവിഞ്ചി പറയുന്നതാണ്, ഒരു ദിവസം നന്നായി ചിലവഴിച്ചാൽ അന്നു രാത്രി സുഖമായി ഉറങ്ങാൻ കഴിയും. വീണ്ടും അദ്ദേഹം കുറിച്ച് വെച്ചിരിക്കുകയാണ്, ജീവിതം നന്നായി ജീവിച്ചു തീർത്താൽ, ജീവിതം നന്നായി ജീവിച്ചു തീർത്താൽ നന്നായി മരിക്കാനും. ആരും മിണ്ടുന്നില്ല. അച്ഛൻ വന്നപ്പം ഒരു മരിക്കുന്ന കാര്യം പറയുന്നത്. ജീവിതം നന്നായി ജീവിച്ചു തീർത്താൽ നന്നായി മരിക്കുവാനും സാധിക്കും. നമ്മുടെ പരിശുദ്ധ ബാബ തിരുമേനി, കാലം ചെയ്ത ബാബ തിരുമേനിയൊക്കെ കോവിഡും എന്തെല്ലാം രോഗത്തിന്റെ പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിലും ഒരു ചെറിയ മന്ദസ്മിതത്തോടെ ആ അന്ത്യനാളുകൾ അല്ലെങ്കിൽ ആ നിമിഷങ്ങളിൽ ആ കസേരയിൽ ഇരുന്നത് ഈ കേരളം, ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പൊ ജീവിതത്തില് നമ്മൾ ഓർക്കുക, ബാഹ്യരൂപം വഞ്ചനാപരമാണ്. ബാഹ്യരൂപം നമ്മുടെ ബാഹ്യ പ്രവണതകൾ. അതുകൊണ്ടാണ് സന്തോഷ് മാധവൻ ഭക്തിയുടെ വലിയ സന്യാസിയായിരുന്നു. മോൻസൺ, സ്വപ്ന, സരിത, ഇനി ഇങ്ങനെ ഒരുപാട് അവതാരം വരും. എത്ര കളിപ്പിക്കപ്പെട്ടാലും വീണ്ടും വീണ്ടും കളിപ്പിക്കപ്പെടുന്നവരാണ് ആര്? മലയാളികൾ. അല്ലെ, വീണ്ടും വീണ്ടും കളിപ്പിക്കപ്പെടുന്നവരാണ് മലയാളികൾ. ഗവൺമെന്റ് കൃത്യമായി ചില കാര്യം പറയും, അതും ചെയ്യല. പൊട്ടുന്ന ഫൈനാൻസിന്റെ മണ്ടയ്ക്കും വേണ്ടാത്തടുത്തും ഒക്കെ ഇതെല്ലാം നമ്മുടെ പുറത്തെ മനുഷ്യനെ ഇങ്ങനെ വർദ്ധിപ്പിക്കാനുള്ള മനുഷ്യന്റെ പരിശ്രമത്തിന്റെ ഫലമായി അവൻ ഏൽക്കുന്ന നിരാശയുടെ അനുഭവം. വഞ്ചനയുടെ ബാഹ്യരൂപം പലപ്പോഴും വഞ്ചനയാണ്. അതുകൊണ്ട് വലിയ നോമ്പി പറയുന്നു, വഞ്ചനയറ്റൊരു ഹൃദയത്തിൽ ദൈവം വാഴുന്നു. വഞ്ചനയില്ലാത്ത ഹൃദയത്തിൽ ആര് വസിക്കുന്നേ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ആരെ കാണും? ദൈവത്തെ കാണും. വഞ്ചനയില്ലാത്ത, അപ്പൊ ദൈവത്തെ കാണാനായിട്ട് ഒരുപാട് ദൂരമൊന്നും പോകണ്ട. കല്ലുപ്പാറ പള്ളിയുടെ പിതാക്കന്മാർ പൈതൃകമായി കുമ്പിട്ട് ആരാധിച്ച വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഇവിടെ വന്നാൽ മതി, ദൈവത്തെ കാണാം. നമ്മുടെ വീട്ടിലെ നമുക്ക് ഏറ്റവും ശത്രുതയുണ്ടെന്ന് തോന്നുന്ന ആളിന്റെ മുഖത്ത് സന്തോഷത്തോടെ നോക്കിയാൽ മതി, ആരെ കാണാം? ദൈവത്തെ കാണാം. നമുക്ക് ശത്രുതാഭാവം തോന്നുന്ന എല്ലാത്തിലും ദൈവത്തിന്റെ മുഖരൂപം വളരെ ശക്തമാണ്. അതുകൊണ്ട് ബാഹ്യപ്രകൃതം വഞ്ചനപരമാണ്. പൗലോസിന്റെയും സുഹൃത്തുക്കളുടെയും ദുർബലമായ പാത്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന വിലമതിക്കാത്ത നിധിയെ കുറിച്ച് നമുക്ക് ബോധ്യം വേണം. അതുകൊണ്ട് നാം നിരുത്സാഹപ്പെടുകയോ ഉത്കണ്ഠാകുലരാകുകയോ ചെയ്യരുത്. ക്ഷീണിതരാകുവാനോ ഭയപ്പെടുവാനോ നമ്മെ തന്നെ അനുവദിക്കരുത് എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ക്ഷീണിതനാകാൻ, നിരാശപ്പെടാൻ നമ്മളെ അനുവദിക്കരുത്. കോവിഡ് വരട്ടെ, കോവിഡിന്റെ ഭീകരത നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ വരുമ്പോഴും അതിഭീകരമായ മരണത്തിന്റെ ഗന്ധമുള്ള രോഗങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ വന്നാലും അധികമായ ഭയത്തിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകരുത്. അതുകൊണ്ട് യെശയ്യാവ് പറഞ്ഞു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവരാരെ പോലെ പോകുന്ന കഴുകന്മാരെ പോലെ ചിറകടിച്ച് എന്ത് ചെയ്യും? ഉയരത്തിൽ പോകുന്ന കാര്യം പറഞ്ഞു, മേളിൽ പോകുന്ന കാര്യമല്ലേ അല്ലേ? മേളി നോക്കിയേ, അങ്ങ് മണ്ടക്കി എന്നാലും മലയുടെ മണ്ടക്കി എന്ന് താഴ്വാരത്തിലേക്ക് നോക്കിയാൽ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത? എന്താ? താഴെയുള്ളതെല്ലാം ചെറുതെന്നും ഒന്നുമില്ലെന്നും തോന്നും. നമ്മൾ പള്ളിയിൽ വെച്ച് പറഞ്ഞു ബോധവും വിചാരവും എവിടെ ഇരിക്കണമെന്ന്. അപ്പൊ അടുത്തിരിക്കുന്ന ആടെ സാരി നോക്കിക്കൊണ്ട് വന്നു, നല്ല സാരിയാന്നല്ലോടി. നോ, ബാഹ്യമായ അലങ്കാരങ്ങളുടെ പിന്നാലെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വേണ്ടതൊക്കെ വേണം. പക്ഷെ അമിതമായ ആസക്തികളിൽ കൂടെ പോകാതെ
യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിക്കും. ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾ നമുക്കറിയാം. ആ പക്ഷിക്ക് ചെറിയ ചെറിയ പക്ഷികൾ വന്ന് അതിന്റെ തോളിലോ എവിടെങ്കിലും ഇരുന്ന് അസഹ്യപ്പെടുത്തിയാൽ അത് ശ്രദ്ധിക്കാറേ ഇല്ല. അത് അതിന്റെ ലക്ഷ്യത്തിലേക്ക്, അതിനൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് അത് യാത്ര ചെയ്യും. ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ചെറിയ പക്ഷിക്ക് എന്തോ പറ്റും? ശ്വാസം കിട്ടുകയില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ കണ്ട് നമ്മുടെ ജീവിതത്തെ തളർത്തിക്കളയാതെ ദൈവവചനത്താൽ പരിപോഷിപ്പിക്കപ്പെടുന്ന ആത്മാക്കൾ എല്ലാവിധമായ ആത്മീക ശീലങ്ങളാലും ശക്തി ആർജിക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആന്തരികമായി ശക്തി പ്രാപിച്ച് സാത്താനോടുള്ള പോരാട്ടത്തെ ധീരമായി നേരിടുവാനും അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുവാനും ഒരു ഭക്തര് സാധ്യമായി തീരണം. ആന്തരികമായി എതിർത്ത് നിൽക്കുവാൻ ശക്തിയില്ലാത്തവർ വീണുപോകും. അതുകൊണ്ടാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം 24-25 നമുക്കെല്ലാം പരിചിതമായ ഒരു ഭാഗമാണ്. ആകയാൽ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും എന്ത് ചെയ്യും? പാറമേൽ വീട് പണിത, എന്തോ ഉള്ള? ബുദ്ധിയുള്ള. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള. കർത്താവ് പറഞ്ഞു, പാമ്പിന്റെ ബുദ്ധി അസാധാരണമായ ബുദ്ധിയാ. തലക്കടികൊള്ളാതെ ജീവിക്കുന്ന പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യമാകും. പിന്നെ പറഞ്ഞു, വൻമഴ ചൊരിഞ്ഞു. പിന്നെന്താ പറ്റി? നദികൾ പൊങ്ങി. ഇന്നലെ നമുക്കറിയാം, കോഴിക്കോട് ഭാഗത്തൊക്കെ വലിയ പ്രശ്നമായിരുന്നു. കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. ഇവിടെ പറയുക, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ എന്ത് ചെയ്തില്ല? വീണില്ല. പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. നമ്മുടെ അടിസ്ഥാനം പാറമേലായിരിക്കണം. അതുകൊണ്ട് ഈ നിക്ഷേപം ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് മൺപാത്രങ്ങളിലാണ്. അതാണ് രണ്ടാമത്തെ ചിന്ത. ഒന്നാമത് ഞാൻ പറഞ്ഞു, എന്താ പറഞ്ഞേ? ഒരുപാട് കഷ്ടത ദൈവം തരും. അതുപോലെ തന്നെ കഷ്ടതയ്ക്ക് ആശ്വാസം ആര് തരും? ദൈവം തരും. 2, ഞാൻ പറഞ്ഞു, ഈ ആത്യന്തിക ശക്തി ഞങ്ങളുടെ സ്വന്തമാണെന്ന് വിചാരിച്ച് അഹങ്കരിക്കാതിരിക്കാൻ ഇത് തന്നിരിക്കുന്നത് മൺപാത്രത്തിലാണ്. 3-ാമത്തെ പൗലോസ് ശ്ലീഹായുടെ വളർച്ചയുടെ ചില പടിയിൽ കാണുന്ന ഒരു തിരിച്ചറിയലാണ് 2-ാം കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. അതുകൂടെ പെട്ടെന്ന് പറഞ്ഞ് ധ്യാനം ഉപസംഹരിച്ചു കൊള്ളാം. അവിടെ പറയുകയാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പൗലോസിന്റെ ദർശനം വളരെ ശ്രേഷ്ഠമായി കാണുന്ന ഒന്നാണ്. കാഴ്ചയാലേ അല്ല വിശ്വാസത്താലെയാ, താഴ്ചകൾ വീഴ്ചകൾ വന്നിടും വേളയിൽ കൈകളിൽ താങ്ങിടും. കാഴ്ചയല്ല, പിന്നെന്താ വരണ്ടേ? വിശ്വാസം വരണം. കാഴ്ചയാലല്ല വിശ്വാസത്താലല്ലേ അത്രേ ഞങ്ങൾ നടക്കുന്നത്. KP അപ്പൻ എഴുതി വച്ചിരിക്കുന്ന മനോഹരമായ ചില വരികളുണ്ട്. രോഗം മരണത്തിനുള്ള വഴിയാണ്. യാതൊരു സംശയമില്ല. രോഗം എന്തിനുള്ള വഴിയാ? മരണത്തിനുള്ള വഴിയാ. വീണ്ടും എഴുതി വെച്ചിരിക്കുക, രോഗത്തിന് 2 വശമുണ്ട്, ആത്മീക വശവും ഭൗതിക വശവും. KP അപ്പൻ വളരെ വലിയ സാഹിത്യകാരനാണ്. അദ്ദേഹം എഴുതി വെച്ചിരിക്കുക, ഭൗതിക വശം ശരീരത്തിൻ്റെതാണ്, അത് തളർച്ചയുടെ വശമാണ്. മരണം അന്തസ്സിന്റെ ചിഹ്നമാണ്. മരണം അനന്തതയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നമ്മെ കൊണ്ടുപോകുന്നു. ആദരവിനാൽ ഉയർത്തപ്പെടേണ്ടതാണ് മരണം. ആദരവിനാൽ ഉയർത്തപ്പെടേണ്ടതാണ് മരണം. അതുകൊണ്ടാണ് സുറിയാനി ക്രിസ്ത്യാനികൾ, മലയാളികൾ സംസ്കാരം എന്ന് പറയും. സംസ്കാരമുള്ളവൻ ചെയ്യുന്നതാണ് സംസ്കാരം, അല്ലെ? സംസ്കാരമുള്ളവർ നിർവഹിക്കുന്നതാണ്. ആഴമേറിയ ദൈവാശ്രയ ബോധം ഏത് മാരകമായ അവസ്ഥയെയും തരണം ചെയ്യാൻ എന്നെയും നിങ്ങളെയും സഹായിക്കും. അതിന്റെ അഭാവമാണ് ഭീതി. അതിന്റെ ഓപ്പോസിറ്റ് ഭയം. ഈ മാമോദിസായിക്ക് നിർത്തുമ്പോഴേ ഈ മനുഷ്യർ ചുറ്റിക്കറങ്ങുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ, മധ്യസ്ഥനായി പിടിച്ചു നിർത്തുമ്പം പടിഞ്ഞാറോട്ട് കൊച്ചിന്റെ മുഖം ഇരിക്കണം. അതുകൊണ്ട് നിങ്ങൾ തെക്കോട്ട് നിൽക്കാൻ പറഞ്ഞാലേ, ഇടത്തെ കൈ കൊണ്ട് ഇടത്തെ കൈയെ പിടിച്ച് തെക്കോട്ട് നിൽക്കാൻ പറഞ്ഞാലേ, ഈ മനുഷ്യനെ ഈ പള്ളിയിലെങ്ങും ജനിച്ചു വളർന്നതേ ആളല്ലെന്ന് തോന്നും. അയാൾ നിന്ന് ചുറ്റിക്കറങ്ങും. ചിലയിടത്തൊക്കെ, ഇവിടെ കല്ലുപ്പാറയൊന്നും അങ്ങനില്ല, ചിലയിടത്തൊക്കെ. എന്നിട്ട് ഈ പടിഞ്ഞാറോട്ട് മുഖം നിർത്തിയേക്കുന്നത് എന്തിനാണെന്നറിയോ? അന്ധകാര ശക്തികളുടെ സ്ഥലമായ പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ട് സാത്താനെ ഉപേക്ഷിക്കുന്നു. അവിടെ പറയുകയാണ്, സകല ഭയത്തെയും
അപ്പൊ ഭയം ആരുടെ പ്രോഡക്റ്റാ? ഭയപ്പെടുത്തുന്ന ആരാ? സാത്താൻ. സാത്താനെയും അവന്റെ സകല സൈന്യങ്ങളെയും അവനിലുള്ള സകല ഭയത്തെയും. ഇവിടെ ഓർക്കുക, ഞാനും നിങ്ങളും ഭയപ്പെടുന്നു. പെട്ടെന്ന് നമ്മൾ ചിലപ്പോ ബ്രേക്ക് പിടിക്കുമ്പോഴോ എന്തെങ്കിലും കാര്യം ഭയം വരാം. പക്ഷേ അത് ആത്യന്തികമായി നീണ്ടു നിൽക്കുന്നു എങ്കിൽ ഒരു നോർമൽ ഭയമല്ല, അകാരണ ഭയങ്ങൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സുകളെ നിറയ്ക്കുന്നു എങ്കിൽ അവർ പൈശാചികതയുടെ പ്രോത്സാഹനത്തിന്റെ വഴികളിൽ കൂടെ യാത്ര ചെയ്യുന്നു. ആഴമേറിയ ദൈവാശ്രയബോധത്തോടെ ജീവിതത്തെ കാണുവാൻ സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ICUവിന്റെ ചില്ലുജാലകൾ പലപ്പോഴും മരിക്കുന്നവനെയും ബന്ധുക്കളെയും തമ്മിൽ അകറ്റി നിർത്തുന്ന ജാലകങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലേക്കിടുന്ന കുഴലുകൾ സ്വാഭാവിക ചേതനകൾക്ക് പോലും വിഘാതം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. എനിക്കറിയാം, ഒരമ്മച്ചി ബ്രെയിൻ ട്യൂമർ വന്നു. മക്കളൊക്കെ ഉന്നതരും വളരെ സമർത്ഥരും നല്ല ജോലികളുള്ളവരും ഉയർന്ന വരുമാനമുള്ളവരും. ആ ബ്രെയിൻ ട്യൂമർ ആണെന്ന് പരിശോധനയിൽ അറിഞ്ഞു. പിള്ളേരെല്ലാം കൂടി അമ്മച്ചി എടുത്ത് എന്ന് പെയ്യെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് അമ്മച്ചിക്ക് 84 വയസ്സുണ്ട്. അമ്മച്ചിയോട് പറഞ്ഞു, നമുക്ക് വൈക്കത്ത് പോകാം, വൈക്കത്താണ് ഇതിനെ പറ്റി ഏറ്റവും വലിയ ചികിത്സ. അങ്ങനെ അമ്മച്ചിയെ മെന്റലി പ്രിപ്പയർ ചെയ്യാനായിട്ട് അഭ്യസ്ത വിദ്യരായി മക്കൾ ചുറ്റുമൊക്കെ കസേരയൊക്കെ ഇട്ടിരുന്നു. ആ അമ്മച്ചി തിരിച്ച് വിദ്യാസമ്പന്നരും ലോകത്തെ എല്ലാ ഇൻഫർമേഷനും അറിയാകുന്ന ഈ മക്കളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, 84 വർഷം എന്റെ ശരീരത്തിന് ഒരു ശസ്ത്രക്രിയയും നേരിട്ടിട്ടില്ല എങ്കിൽ ഇതിനെ നേരിടാനുള്ള ആത്യന്തിക ശക്തി എനിക്കുണ്ട്. പിന്നെ മക്കള് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പിന്നെ ആയുർവേദവും പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ഈ അമ്മച്ചി ഒരു 94-ാമത്തെ വയസ്സിലാണ് ഈ ലോകത്തു നിന്ന് പോയത്. ഞാൻ പറഞ്ഞതിന്റെ ഒരർത്ഥം മനസ്സിലാക്കണം. ഭീതി കൊണ്ട് ചില ആളുകള് ഈ ഒരു രോഗത്തിന്റെ ശസ്ത്രക്രിയ നടത്തുമായിരിക്കും. അപ്പോഴായിരിക്കും അവർ പേടിച്ച് അവരുടെ പ്രഷർ ഹൈ ആയി. എത്രയോ പേരുടെ ഓപ്പറേഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. പ്രഷർ കൂടിയിരിക്കുമ്പോൾ ഓപ്പറേഷൻ നടത്താൻ ഒക്കുമോ? ചിലര് പിന്നെ അതിനപ്പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞ് അവർക്ക് ആ ടേബിളിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നു. ഹാർട്ട് അറ്റാക്കിന്റെ ഒരു കുഴപ്പമില്ലായിരുന്നു, അവർ മരിച്ചുപോയി. അങ്ങനെയൊക്കെ അനവധി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുമ്പോൾ കുറെയൊക്കെ ഭയം നമ്മൾ ഒഴിവാക്കുന്നത് എപ്പോഴും നല്ലതാണ്. എല്ലാ രോഗവും അത് രോഗത്തിന്റെ വലിയൊരു പീഡനം നമുക്ക് തരുന്നതാണ് എന്ന് ചിന്തിക്കുന്നതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം ഈ യുവവൃദ്ധരുണ്ട്, പിന്നെ വയോവൃദ്ധരുണ്ട്, പടുവൃദ്ധരുണ്ട്. എന്തോ ഇതിന് മൂന്നിന്റെ പ്രത്യേകം അറിയോ? യുവവൃദ്ധരെന്ന് വെച്ചാൽ ഞാനൊക്കെ ഇപ്പൊ യുവവൃദ്ധരാവാൻ തോന്നുന്നു. 50 വയസ്സിന് മേളിൽ വരുമ്പോഴേ ചിലപ്പോൾ ഇരിക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് എഴുന്നേക്കാൻ ഒരു പ്രയാസം. പക്ഷെ ഞാൻ അംഗീകരിക്കുകയല്ല, ഞാൻ യുവാവാതാ പറയുന്നേ. ഇപ്പോഴും അച്ഛനോട് ഇച്ചിരി ജോൺ മാത്യു അച്ഛനോട് സംസാരിച്ചപ്പോഴേ വേറെടുത്ത കാര്യം പറഞ്ഞപ്പോ യുവാവ് ആയ ഒരു വൈദികന്റെ കാര്യം പറഞ്ഞു. എന്നിട്ട് അച്ഛനെ എടുത്തു പറഞ്ഞ് യുവാവ് ആയിരിക്കത്തില്ലായിരിക്കും, നമ്മുടെയൊക്കെ അതേ പ്രായമെന്ന് എന്ന് പറഞ്ഞു. അപ്പോ അവിടെ ഒരു യുവവൃദ്ധനാണ്, രണ്ടാമത്തെ വയോവൃദ്ധൻ, മൂന്നാമത്തെ പടുവൃദ്ധൻ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് എന്തോ പറഞ്ഞാലും അത് ഇത് വേണോ ഇത് വേണ്ട എന്ന് ഒരു പ്രശ്നമില്ല. കുഞ്ഞുങ്ങളെ പോലെ ആകും. അതാ കർത്താവ് പറഞ്ഞ് തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുന്ന മനോഭാവം ഉണ്ടാകും. അപ്പൊ ഇവിടെ ഉള്ളിലേക്കുള്ള ജീവിതത്തിന്റെ അനുഭവങ്ങളെല്ലാം അസാധ്യമെന്ന് തോന്നുമ്പോഴും പുറത്തുള്ള മായാക്കാഴ്ചകൾ കണ്ട് കാഴ്ചയാലല്ല വിശ്വാസത്താലെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഇടയാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാലേ ഞാൻ ഈ വാക്സിനൊന്നും അത്ര താല്പര്യമില്ലായിരുന്നു. ആരോഗ്യവകുപ്പിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം വിളിച്ചിരുന്നുകൊണ്ട് 2021 സെപ്റ്റംബർ 24 അതായത് കഴിഞ്ഞ് ആദ്യത്തെ ഡോസ് സ്വീകരിച്ചു. ഇപ്പൊ കാണുന്നവരൊക്കെ ഞാൻ 2 കാര്യങ്ങളുണ്ട്. അതിന് ഒരു കാര്യം, എനിക്ക് വാക്സിനോട് എതിരുണ്ടായിട്ടൊന്നുമല്ല, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് ചെയ്യുന്നതോ കേരള ഗവൺമെന്റോ ഇന്ത്യ ഗവൺമെന്റോ ചെയ്ത് തെറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിസ്സഹായമാക്കുന്ന ചില നിമിഷങ്ങൾക്കപ്പുറം ഒരു ആത്യന്തിക ശക്തിയിലുള്ള മനുഷ്യന്റെ വിശ്വാസം നഷ്ടപ്പെടരുത്. ഒരു ആത്യന്തിക ശക്തിയാണ് ഈ അണ്ടഘടാകത്തെ നിയന്ത്രിച്ചിരിക്കുന്നത്. അതിൽ നമുക്കൊരു വിശ്വാസം നഷ്ടപ്പെട്ട് പലതിന്റെയും പുറകെ പോകരുത്. അത് വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് തന്നെയല്ല, പിന്നെ ഇടവകയിലെ വീടുകളിലൊക്കെ അത്യാവശ്യം ഒന്ന് സന്ദർശിക്കേണ്ടി വരും. രോഗമൊക്കെ വരുമ്പോഴേ ഞാൻ ഈ ഒരു വർഷം കൊണ്ട് ശ്രദ്ധിക്കുന്നൊരു കാര്യമുണ്ട്. ആദ്യം അച്ഛാ സുഖം അതൊന്നും പോലും ചോദിക്കുകയില്ല. ഞാൻ അവരുടെ സുഖവും ക്ഷേമവും ഒക്കെ പറയും. വാക്സിൻ എടുത്തു? ആദ്യത്തെ ചോദ്യം.
മലയാളികളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാംക്രമിക രോഗം പോലെ. നമുക്കൊരു പക്ഷേ അങ്ങോട്ട് പറയുന്നെങ്കിൽ നമുക്ക് ഈ വിഷയമൊക്കെ എടുത്തിടാം, അല്ലെ? അങ്ങനെയല്ല, മനുഷ്യരെല്ലാം അങ്ങനെ ആകുന്നു. അപ്പോ ഞാൻ ഈ പറഞ്ഞത് ഞാൻ എന്നെ വലുതാക്കി കാണിക്കാൻ പറയുകയല്ല. ആത്യന്തികമായ ദൈവകൃപകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാഴ്ച കണ്ട് നിൽക്കരുത്. ഇവിടെ കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയാ പോരാ. വിശ്വാസമാണ് പ്രധാനം. 1 പത്രോസ് 3:4 ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യന്റെ സൗന്ദര്യമാണ് നമ്മളില് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. വിശുദ്ധനായ മത്തായി ശ്രീകാട് സുവിശേഷം 22:11-12 കല്യാണ വസ്ത്രം ധരിച്ചവൻ മണവാളനൊത്ത് മണവറയിൽ പ്രവേശിക്കുവാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ യോഗ്യരാണ്. വെളിപാട് 19:8 അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. വിലപ്പെട്ടത് ശാരീരിക ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ്. മരണത്തെ സോദരി എന്ന് വിളിച്ച അസീസിയിലെ ഫ്രാൻസിസ് പിതാവിനെ പോലെ തനിക്കൊപ്പം ജനിക്കുകയും തനിക്കൊപ്പം വളരുകയും ചെയ്ത എന്റെ കൂടപ്പിറപ്പാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ ഫ്രാൻസിസ് പിതാവിനെ പോലെ അസീസിയിലെ ഫ്രാൻസിസ് പിതാവ്, അദ്ദേഹം തിരുമേനി പരുമല തിരുമേനി 54 വർഷം ജീവിച്ചു. ഫ്രാൻസിസിലെ അസീസി 44 വർഷമേ ജീവിച്ചുള്ളൂ. ദീർഘായുസിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയങ്ങൾ വളരെ ശ്രേഷ്ഠമാക്കുമ്പോൾ അകത്തുനിന്ന് പുറത്തേക്കാണ് വളരേണ്ടത്, പുറത്തുനിന്ന് അകത്തേക്കല്ല വളരുന്നത്. കല്ലൂപ്പാറയിലെ ഉണ്ടായ ഒരു മാമ്പഴത്തിന്റെയും തോടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് വിത്തുകൾ ഉണ്ടായത്. അതിന്റെ പുറത്ത് കിടന്നതെല്ലാം ആ തോടിനുള്ളിലേക്ക് പോയതല്ല. അത് നന്നായി തിരിച്ച് ഉള്ളു വളരുന്നതിന്റെ പേരാണ് ആത്മീയത. ഉള്ളു വളരുന്നതിന്റെ പേരാണ് ആത്മീയത. മരത്തിന്റെ ചില്ലയിലിരിക്കുന്ന പക്ഷി ചില്ല ഒടിയുമെന്ന് വിചാരിക്കാറില്ല. കാരണം ചില്ലയിലല്ല, അതിന്റെ സ്വന്തം ചിറകിലാണ് അതിന് വിശ്വാസം. എനിക്ക് നിങ്ങൾക്കും ആത്മവിശ്വാസം ഉണ്ടാകട്ടെ. ദൈവകൃപ നമ്മളിൽ കൂടുതലായി കടന്നു വരട്ടെ. ഈ ആത്യന്തിക നിക്ഷേപം മൺപാത്രത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിങ്ങൾ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ചിന്തിക്കണം. പൗലോസ് അപ്പോസ്തലൻ അത് ചിന്തിച്ചുകൊണ്ട് വളരെ ശ്രേഷ്ഠമായി നമ്മളോട് പറഞ്ഞ വാക്യമാണ് ഇന്ന് ഇവിടെ പ്രാർത്ഥിച്ചത്, ഇന്ന് ഇവിടെ ധ്യാനത്തിന് മുഖാന്തരമായത്. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകമേയുള്ള മനുഷ്യൻ നാൾക്കുനാൾ ഓരോ ദിനവും ദിനം പ്രതി പുതുക്കത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. പുതുക്കത്തിന്റെ ആത്മാവ്, ദൈവം നമുക്ക് ദാനമായി തരുന്ന ഈ പുതുക്കത്തിന്റെ ആത്മാവ് ഓരോ ആദ്യ ബുധനാഴ്ചയും ഇവിടെ ധ്യാനത്തിൽ വരുമ്പോൾ അത് ഫില്ല് ചെയ്യാൻ ദൈവം നിങ്ങളെ ശക്തരാക്കട്ടെ. നിങ്ങളുടെ മൊബൈലിലെ ചാർജ് പോയാൽ അത് നിങ്ങൾ ഫില്ല് ചെയ്ത് അതിന്റെ 100% ആകുന്നവരെ നിങ്ങൾ ചാർജ് ചെയ്യുന്ന പോലെ ഓരോ ധ്യാനവും ചാർജ് ചെയ്ത് നിത്യജീവനിലേക്കുള്ള അനന്ത വഴികൾ കണ്ടെത്തുന്ന സാധ്യതകളുടെ നിമിഷങ്ങളാകട്ടെ. ഈ ലോകത്തെ കഷ്ടങ്ങളൊന്നും ഒരു സാരവുമില്ല, നിസ്സാരമാണ്. അതിനപ്പുറം കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. ഇവിടുത്തെ കൊച്ചു കൊച്ചു കാഴ്ച കണ്ട് നിൽക്കരുത്. ഞാൻ കല്ലൂപ്പാറ വരാനായിട്ട് ഇങ്ങനെ വന്നപ്പോഴേ തിരുവല്ലായില് ആലൂക്കാസും പിന്നെ കുറേയേറെ സംഭവം കണ്ട് അവിടെ ഒക്കെ നിന്നായിരുന്നെങ്കിൽ കൃത്യസമയത്ത് എനിക്ക് ഇവിടെ എത്താൻ ഒക്കുകയില്ല. ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന് അവനൊരു ആത്യന്തിക ലക്ഷ്യമുണ്ട്. ദൈവരാജ്യമാണ് അവന്റെ ആത്യന്തിക ലക്ഷ്യം. ഓരോ കർത്തൃ പ്രാർത്ഥനയിലും അനവരതം നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദൈവരാജ്യം നമ്മുടെ ഹൃദയത്തിൽ വാഴട്ടെ, ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വരട്ടെ, ദൈവരാജ്യം ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ വളരട്ടെ. ഉള്ളു വളരുന്ന ആധ്യാത്മികത ആവോളം പരിപോഷിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഉറങ്ങിയവർക്ക് എഴുന്നേക്കാം. പിന്നെ എന്തെങ്കിലും പ്രയാസം വാക്കുകൊണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കാം. അവസരം തന്ന ജോൺ മാത്യു അച്ഛനെ, എനിക്ക് അത്രയും കഴിവൊന്നും ഉണ്ടായിട്ടല്ല, അച്ഛനെന്നെ വളരെ സ്നേഹിക്കുന്നുണ്ട്. കല്ലൂപ്പാറ കൺവെൻഷനും അച്ഛനെ ചുമതലയുള്ളപ്പോൾ എന്നെ വിളിക്കുകയുണ്ടായി. വളരെ സ്നേഹത്തോടെ സഹോദര തുല്യം ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനോടും സഹവികാരി ടിജോ അച്ഛനോടും മറ്റ് ഇവിടെ ഇത് കേട്ടിരുന്ന എല്ലാവരോടുമുള്ള ആദരവും സ്നേഹവും വളരെ വളരെ ദൈവകൃപയിൽ ഈ സമയം സമർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ബലഹീനതകളാണ്. ബലഹീനതകൾ നിങ്ങൾ ക്ഷമിക്കണം. വാക്കിലോ എന്തിലെങ്കിലും ബലഹീനതകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ദൈവം എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.